ഫ്രഷ് കട്ട് ഫാക്ടറി സമരത്തിൽ സംഘർഷമുണ്ടായി. ഫാക്ടറിക്ക് തീയിട്ട പ്രതിഷേധക്കാർ കോമ്പൗണ്ടിലുണ്ടായിരുന്ന 15ഓളം വാഹനങ്ങളും കത്തിച്ചു. മാലിന്യ വണ്ടിക്ക് നേരെ സമരക്കാർ കല്ലെറിഞ്ഞു. സ്ഥലത്ത് പോലീസും നാട്ടുകാരും ഏറ്റുമുട്ടി. മാസങ്ങളായി സ്ഥാപനത്തിനെതിരെ നാട്ടുകാർ വലിയ പ്രക്ഷോഭത്തിലാണ്. എസ് അനീഷ് കുമാർ ഏറ്റവും പുതിയ വിവരങ്ങളുമായി സംഭവ സ്ഥലത്ത് നിന്ന് നമ്മോടൊപ്പം ചേരുകയാണ്. അനീഷ്, ഇപ്പോഴും അവിടെ നാട്ടുകാരൊക്കെ തടിച്ചുകൂടി നിൽപ്പുണ്ട്. 15ഓളം വാഹനങ്ങൾ കത്തിച്ചു എന്നൊക്കെ പറയുമ്പോൾ ചെറിയ സംഘർഷമല്ല, ചെറിയ പ്രശ്നമല്ല. അത്രത്തോളം രോഷാകുലരാണ് നാട്ടുകാർ എന്നാണ് മനസ്സിലാകുന്നത്. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? അനീഷ്, കേൾക്കാമെന്ന് കരുതുന്നു. സംഭവ സ്ഥലത്ത് അനീഷ് ഉണ്ട്. അവിടെ ഫാക്ടറിക്ക് തീയിടുന്ന നാട്ടുകാർ 15ഓളം വാഹനങ്ങൾ കൂടി കത്തിച്ചു എന്ന് പറയുമ്പോൾ എത്രത്തോളം വലിയ പ്രതിഷേധമാണ് അവിടെ ഉണ്ടായത് എന്നതുകൂടി ചേർത്ത് വെക്കേണ്ടി വരും. നേരത്തെ ഏതാണ്ട് 2, 3, 4 മണിക്കൂറായി വലിയ സംഘർഷമാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. കാലങ്ങളായി നാട്ടുകാർ ഈ ഫാക്ടറിക്കെതിരെ സമരത്തിലായിരുന്നു. വലിയ മാലിന്യ പ്രശ്നങ്ങളൊക്കെ ഫാക്ടറിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നുവെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപവും മറ്റും. തുടർന്നാണ് ഇന്നിപ്പോൾ വലിയ സംഘർഷമുണ്ടാവുകയും ഫാക്ടറിക്ക് തീയിടുകയും വാഹനങ്ങൾ കത്തിക്കുകയും മറ്റും ചെയ്തത് നാട്ടുകാർ എന്നാണ് മനസ്സിലാകുന്നത്. അനീഷ്, കേൾക്കാമോ? രഞ്ജിത്ത്, സമീപകാലത്തൊന്നും കേരളം സാക്ഷ്യം വഹിച്ചിട്ടില്ലാത്ത രീതിയിലുള്ള സംഘടിതമായ ആക്രമണമാണ് ഒരുപക്ഷെ ഈ ഫ്രഷ് കട്ട് ഫാക്ടറിക്ക് നേരെ ഉണ്ടായിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് തന്നെ പോകാം. നിരനിരയായി വാഹനങ്ങൾ കത്തിക്കിടക്കുന്ന ദൃശ്യങ്ങളാണ് ഫ്രഷ് കട്ടിന്റെ മുൻവശത്ത് ഫാക്ടറിയോട് ചേർന്ന ഭാഗത്തുള്ളത്. അല്പം പോലും അവശേഷിക്കാത്ത വിധം പൂർണ്ണമായി കത്തി അമർന്നിരിക്കുന്ന വാഹനങ്ങൾ നമുക്ക് കാണാം. പ്രത്യേകമായി ഈ കോഴി വേസ്റ്റ് ജില്ലയിലെ വിവിധ ഇടങ്ങളിൽ നിന്നായി സംഭരിച്ച് ഈ ഫാക്ടറിയിലേക്ക് എത്തിച്ച് കൊണ്ടുവന്നിരുന്ന വാഹനങ്ങളാണ്. അവ പൂർണ്ണമായും കത്തിപ്പോയിരിക്കുന്നതാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഒപ്പം ഈ ഫാക്ടറിക്കുള്ളിൽ ഉള്ള വാഹനങ്ങളുണ്ട്. ആ വാഹനങ്ങളും ഫാക്ടറിക്കുള്ളിൽ തന്നെ കത്തിച്ചിരിക്കുന്നു. അതായത് ഈ ഫാക്ടറിക്കുള്ളിൽ പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനങ്ങൾ അവിടെ തന്നെ നിർത്തി കത്തുമ്പോൾ ആ ഫാക്ടറിയും ഒപ്പം കത്തിപ്പോകുന്നു എന്നതാണ് ആ സമരക്കാർ ഇവിടെ പ്രയോഗിച്ചിരിക്കുന്ന ഒരു മാർഗം. ഒപ്പം ഈ വാഹനങ്ങളുടെയൊക്കെ പെട്രോൾ ടാങ്കിലാണ് ഈ തീയിട്ടിരിക്കുന്നത്. അത് കാരണം പൂർണ്ണമായും ഒരു പൊട്ടിത്തെറി ഉണ്ടാവുകയും വാഹനം നിന്ന് കത്തുകയും സമീപത്തുള്ള മറ്റ് ഈ കോഴി വേസ്റ്റ് നിറച്ച സാമഗ്രികൾ, പ്ലാന്റിന്റെ മെഷീനറികൾ എന്നിവയൊക്കെ പൂർണ്ണമായും കത്തുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഒപ്പം കൃത്യമായൊരു ആസൂത്രണം ഇക്കാര്യത്തിൽ ഉണ്ടെന്ന് വ്യക്തമാണ്. കാരണം ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ ഫാക്ടറിയിലേക്കുള്ള ഉപരോധ സമരം ആരംഭിച്ചിരുന്നു. ഫാക്ടറിയിലേക്ക് വന്നിരുന്ന വാഹനങ്ങളും മറ്റും കടത്തിവിടാതെ പ്രതിഷേധിച്ചു. ഒപ്പം ഉച്ചതിരിഞ്ഞാണ് പിന്നീട് ഈ പ്രക്ഷോഭം ഒരു സംഘർഷത്തിലേക്ക് നീങ്ങുന്നത്. ഈ ഫാക്ടറിയിലേക്ക് കടന്നു പോരുന്ന വാഹനങ്ങൾക്ക് നേരെ വലിയ കല്ലേറ് പ്രതിഷേധക്കാരുടെ ഭാഗത്തുനിന്നും ഉണ്ടായി. തുടർന്ന് പോലീസ് ഇടപെടുകയും കണ്ണീർ വാതകം പ്രയോഗിക്കുകയും ചെയ്തു. പോലീസും ഈ പ്രക്ഷോഭകരും തമ്മിൽ വലിയ ഒരു ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ നീങ്ങി. ലാത്തിചാർജിൽ ഈ താമരശ്ശേരി സിഐയും ഒപ്പം റൂറൽ SP അടക്കമുള്ളവർക്കും പരിക്കേൽക്കുകയും ചെയ്തു. 20ലധികം പോലീസുകാർക്കും പരിക്കുണ്ട്. തുടർന്ന് പോലീസും പ്രവർത്തകർക്ക് നേരെ ലാത്തി വീശുകയും നിരവധി ഈ പ്രക്ഷോഭകർക്ക് പരിക്ക് പറ്റുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ഈ പ്രക്ഷോഭങ്ങളൊക്കെ ഈ പ്ലാന്റിൽ നിന്നും ഏതാണ്ട് 10-200 മീറ്റർ ദൂരെയാണ് സമരം നടത്തുന്ന സ്ഥലമുണ്ടായിരുന്നത്. അവിടെയാണ് ഉപരോധ സമരം നടന്നത്. അവിടെയാണ് ഈ സമരം നടക്കുകയും ഈ വാഹനങ്ങൾ തടയുകയും ലാത്തിചാർജൊക്കെ നടക്കുകയും ചെയ്തത്. ഇതേ സമയത്ത് തന്നെയാണ്, അതായത് പോലീസിന്റെ ശ്രദ്ധ ഏതാണ്ട് പൂർണ്ണമായും ആ പ്രക്ഷോഭത്തിലേക്കും സംഘർഷത്തിലേക്കും നീങ്ങിയതിനിടെയാണ് ഈ പ്ലാന്റിന് തീ വെക്കുന്നത്. പ്ലാന്റിൽ തീ വെക്കുന്ന പ്രത്യേകിച്ചും ഈ വാഹനങ്ങൾ തെരഞ്ഞു പിടിച്ച് വാഹനങ്ങളുടെ പെട്രോൾ ടാങ്കുകളിൽ തന്നെ തീ വെക്കുമ്പോൾ നമുക്കിപ്പോൾ തന്നെ കാണാം, ഒന്നിലധികം വാഹനങ്ങൾ അകത്തേക്ക് നിരനിരയായി കിടക്കുന്ന സ്ഥലമാണ്. അങ്ങനെ ഈ പെട്രോൾ ടാങ്കിലേക്ക് തീ കത്തിക്കുകയും പിന്നീട് ആളിപ്പടർന്നു പോവുകയുമായിരുന്നു. ഈ സംഘർഷത്തെ തുടർന്ന് ഇങ്ങോട്ട് വരാനുള്ള ഒരു വഴിയാണ്. ആ വഴി പൂർണ്ണമായും ഈ പ്രക്ഷോഭകർ ഉപരോധിച്ചു. അതിലെ ഫയർഫോഴ്സ് ഈ തീപിടുത്തം അറിഞ്ഞ ഉടൻ സ്ഥലത്തേക്ക് വരാൻ ശ്രമിച്ചെങ്കിലും അവരുടെ വാഹനവും ഏതാണ്ട്
ഏതാണ്ട് മണിക്കൂറുകളോളം തടഞ്ഞിരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതായത് ഏതാണ്ട് തീ പൂർണ്ണമായി കത്തിത്തീർന്ന് ഈ വാഹനങ്ങളും പ്ലാന്റും കത്തിയെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമാണ് ആ വാഹനങ്ങളെ പോലും അകത്തേക്ക്, ഈ ഫയർഫോഴ്സിന്റെ വാഹനങ്ങളെ പോലും കടത്തിവിട്ടത്. അതുകൊണ്ട് പ്ലാന്റിന് വലിയ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ വാഹനത്തിലും മറ്റുമൊക്കെ കോഴി വേസ്റ്റ് നിറച്ചെത്തിയിരിക്കുന്ന വാഹനമാണ് ഇത്. ഇവിടെ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റും. പിന്നീടാണ് ഈ പ്രോസസ്സിംഗ് അടക്കമുള്ള കാര്യങ്ങൾ നടക്കുക, സംസ്കരണം കാര്യങ്ങൾ നടക്കുക. അതിന്റെ ആ ഒരു ആദ്യ ഭാഗത്ത് തന്നെയാണ് തീ വെച്ചിരിക്കുന്നത്. എന്തായാലും വലിയ സാമ്പത്തിക നഷ്ടമാണ് ഈ സ്ഥാപനത്തിനുണ്ടായിരിക്കുന്നത്. വർഷങ്ങളായി, ഏതാണ്ട് 4.5 വർഷമായി നാട്ടുകാരും ഈ ഫ്രഷ് കട്ട് പ്ലാന്റ് ഉടമകളും തമ്മിലുള്ള പോരാട്ടം ആരംഭിച്ചിട്ട് പലതവണ പലതരത്തിലുള്ള സമരങ്ങൾ, ഉപരോധ സമരം, ഇവിടേക്ക് മാർച്ച്, ഒപ്പം പഞ്ചായത്ത് ഓഫീസ് ഉപരോധം, അങ്ങനെ പലതരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ കുറച്ചു കാലങ്ങളായി നടക്കുന്നുണ്ട്. പക്ഷേ ഈ ഹൈക്കോടതിയിൽ നിന്നും അനുകൂല ഉത്തരവിന്റെ പിൻബലത്തിലാണ് ഈ പ്ലാന്റ് ഇപ്പോൾ പ്രവർത്തിച്ചിരുന്നത്. മലിനീകരണ നിയന്ത്രണ ബോർഡിൽ നിന്നടക്കം അനുകൂലമായ ഉത്തരവ് ഇവർക്ക് ലഭിച്ചിരുന്നു. കാരണം നേരത്തെ നാട്ടുകാർ ഉന്നയിച്ച പരാതികളിൽ പല കാര്യങ്ങളും പരിഹരിച്ചു എന്നാണ് ഈ സ്ഥാപന ഉടമകൾ അവകാശപ്പെട്ടത്. അവർ പുതിയ പ്ലാന്റ് നിർമ്മിച്ചു, ഒപ്പം ഈ മണം പുറത്തേക്ക് പോകാതിരിക്കാനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു എന്നാണ് അവർ പറയുന്നത്. പക്ഷേ സമരത്തിനൊരു സംഘടിത രൂപമുണ്ടായിരുന്നോ അനീഷ്? ഇതിപ്പോൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഒപ്പം ഇതിന്റെ ഒരു തുടക്കം എങ്ങനെയായിരുന്നു? ഇത്രയധികം വാഹനങ്ങൾ കത്തിക്കുക, ഫാക്ടറി തീയിടുക എന്നൊക്കെ പറയുമ്പോൾ കേരളം കേട്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ഒരു സമാനതകളില്ലാത്ത പ്രക്ഷോഭമാണ്. അത് രൂപം വന്നത് എങ്ങനെയാണ്? നേരത്തെ മുതൽ തന്നെ ഏതാണ്ട് 4-5 പഞ്ചായത്തുകളിലെ ജനജീവിതം ദുസ്സഹമാക്കിയായിരുന്നു ഈ പ്ലാന്റിന്റെ പ്രവർത്തനമെന്ന് ആരോപണം ഉയർന്നിരുന്നു. വലിയ ഗന്ധം, പ്രത്യേകിച്ചും ഈ നഗരത്തിലെ പല മേഖലകളിൽ നിന്നും സംഭരിക്കുന്ന കോഴി മാലിന്യങ്ങൾ ഈ പ്ലാന്റിലേക്ക് എത്തി അത് ഇറക്കി സംസ്കരണ കേന്ദ്രത്തിലേക്ക് മാറ്റുമ്പോൾ വലിയ ഗന്ധമാണ് അനുഭവപ്പെട്ടിരുന്നത്. അത് അക്ഷരാർത്ഥത്തിൽ ആളുകൾക്ക് സഹിക്കാൻ പറ്റുന്നതിനപ്പുറമുള്ള മണമാണ്. ആ ആരോപണങ്ങൾ വളരെ സജീവമായി തന്നെ നിലനിൽക്കുകയും വലിയ പ്രക്ഷോഭങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഈ ഫ്രഷ് കട്ട് വിരുദ്ധ സമരസമിതി എന്ന പേരിൽ ഒരു സമരസമിതി തന്നെ രൂപം കൊടുക്കുകയും സമരം ആരംഭിക്കുകയും ചെയ്ത് പിന്നീട് പല ഘട്ടങ്ങളിലായി ഈ പ്ലാന്റ് അടച്ചിടുന്ന സാഹചര്യമുണ്ടായി. പഞ്ചായത്ത് തന്നെ സ്റ്റോപ്പ് മെമ്മോ കൊടുത്തു. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഭാഗത്തു നിന്നും കർശനമായ നിയന്ത്രണങ്ങളുണ്ടായി. അങ്ങനെ പല ഘട്ടത്തിലും ഈ പ്ലാന്റിന്റെ പ്രവർത്തനം മുന്നോട്ട് പോകാത്ത അവസ്ഥ വന്നു. പിന്നീടാണ് ലക്ഷക്കണക്കിന് രൂപ മുടക്കി ചില നവീകരണ പരിപാടികൾ നടപ്പിലാക്കി എന്ന് ഈ ഫ്രഷ് കട്ട് ഉടമകൾ തന്നെ അറിയിച്ചത്. നമ്മളടക്കമുള്ളവർ നേരത്തെ ഈ പ്ലാന്റ് സന്ദർശിക്കുകയും ഇക്കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് ഫ്രഷ് കട്ട് ഉടമകൾ വിശദീകരണം നൽകുകയും ഒക്കെ ചെയ്തതാണ്. പക്ഷേ അതിനുശേഷവും ഈ മാലിന്യം പുറത്തേക്ക് ഒഴുക്കുന്നു. സമീപത്തിനുള്ള ഒരു ജലസ്രോതസ് പൂർണ്ണമായും മലിനപ്പെടുത്തി അവിടേക്ക് ഈ കോഴി മാലിന്യങ്ങളുടെ അവശിഷ്ടങ്ങൾ ഒഴുകുന്നു. ഒപ്പം ഈ മാലിന്യങ്ങൾ വലിയ തോതിൽ എത്തുന്ന സമയത്ത് നാട്ടുകാർക്ക് വീട്ടിൽ ഉറങ്ങാനോ ഇരിക്കാനോ പോലും കഴിയാത്ത അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. നാട്ടുകാർ ഒടുവിൽ സംഘടിച്ചു, അവർ ഇറങ്ങി. ഇപ്പോൾ ഫാക്ടറി കത്തിച്ചു, വാഹനങ്ങൾ കത്തിച്ചു. ആ ഫാക്ടറിയുടെ പ്രവർത്തനം ഏതാണ്ട് പൂർണ്ണമായും അവസാനിപ്പിക്കേണ്ട അവസ്ഥയിലാണ്. MS അനീഷ് കുമാറാണ് തത്സമയം അവിടെ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.